നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഗസയിലെ ഇസ്രയേൽ ആക്രമണം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ബ്രിട്ടനിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ അവരുടെ സാമൂഹിക മൂല്യം കൂടി തെളിയിക്കേണ്ടി വരുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹമൂദ്. സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനകൾക്കപ്പുറം ബ്രിട്ടീഷ് സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് അവരുടെ കുടിയേറ്റം കൊണ്ടുണ്ടാവുക എന്ന വിലയിരുത്തൽ നടക്കും. US-ലെ മിഷിഗണിലുണ്ടായ വെടിവയ്പിൽ 2 പേർ മരിച്ചു. ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. വെടിവയ്പ് നടന്നത് മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സിൽ. മധ്യേഷ്യയിൽ US നിർണായക നീക്കത്തിനൊരുങ്ങുകയാണെന്ന സൂചനകൾ നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം H-1B വിസ ഫീസ് കുത്തനെ ഉയർത്തിയതിനു പിന്നാലെ അവസരം മുതലെടുക്കാനുള്ള നീക്കങ്ങളുമായി കാനഡ. വാർത്തകൾ വിശദമായി. ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 66,000 കടന്നിരിക്കെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. ഇസ്രയേലിന്റെ സഖ്യരാഷ്ട്രങ്ങൾ പലതും പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും രാജ്യാന്തര കായിക സാംസ്കാരിക പരിപാടികളിൽ ഇസ്രയേലിന് വിലക്കേർപ്പെടുത്താൻ നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസയിലെ വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാരുടെ മോചനത്തിനും ട്രംപ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പുതിയ 21 ഇന കരാർ അവതരിപ്പിച്ചേക്കും. അറബ് രാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ കരാറിൽ 48 മണിക്കൂറിനകം ബന്ദികളുടെ മോചനവും ഗാസയിൽ നിന്ന് ഘട്ടങ്ങളായി ഇസ്രയേലിന്റെ പിന്മാറ്റവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. ബ്രിട്ടനിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്ന കുടിയേറ്റക്കാർ അവരുടെ സാമൂഹിക മൂല്യം കൂടി തെളിയിക്കേണ്ടി വരുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹമൂദ് സൂചിപ്പിച്ചു. സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനകൾക്കപ്പുറം ബ്രിട്ടീഷ് സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് അവരുടെ കുടിയേറ്റം കൊണ്ടുണ്ടാവുക എന്ന വിലയിരുത്തലാണ് നടക്കുക. ഇതടക്കം നിർണായക പരിഷ്കാരങ്ങളുമായി നിലവിലെ കുടിയേറ്റ നടപടി ഉടച്ചുവാർക്കുമെന്ന് ഷബാന പറഞ്ഞു. ബ്രിട്ടനിലെത്തി 5 വർഷം കഴിഞ്ഞാൽ കുടിയേറ്റ പദവിക്ക് അപേക്ഷിക്കാനുള്ള നിലവിലെ സൗകര്യം കർശനമാക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5 വർഷം എന്ന കാലപരിധി 10 വർഷമാക്കാനാണ് നീക്കം. US-ലെ മിഷിഗണിലുണ്ടായ വെടിവയ്പിൽ 2 പേർ മരിച്ചു. ആക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിഷിഗണിലെ ഗ്രാൻഡ് ബ്ലാങ്കിലുള്ള ദി ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലാറ്റർ ഡേ സെയിന്റ്സിലാണ് വെടിവയ്പ് നടന്നത്. അക്രമി തന്റെ ട്രക്ക് ഉപയോഗിച്ച് പള്ളിക്കകത്തേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ഇതിനുശേഷമായിരുന്നു വെടിവയ്പ് നടന്നത്. ഇയാളെ പിന്നീട് പോലീസ് വധിച്ചു. അതിനിടെ ആക്രമണത്തിൽ പള്ളിക്ക് തീ പിടിച്ചതായും റിപ്പോർട്ടുണ്ട്. വെടിവെച്ച അക്രമി തന്നെയാണ് പള്ളി തീയിട്ട് നശിപ്പിച്ചത് എന്നാണ് സൂചന. അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. മിഷിഗൺ ഗവർണർ ഗ്രേച്ചൻ വിറ്റ്മർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. മധ്യേഷ്യയിൽ US നിർണായക നീക്കത്തിന് ഒരുങ്ങുകയാണ് എന്ന സൂചനകൾ നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യപൂർവ്വ ദേശത്തിന്റെ മഹത്വത്തിനായി നമുക്കൊരു യഥാർത്ഥ അവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എല്ലാവരും ഒരു പ്രത്യേക കാര്യത്തിനായി ഒരുങ്ങുന്നത്. നമ്മൾ അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും എന്ന് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. എന്നാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ വിശദാംശങ്ങളൊന്നും ട്രംപ് പങ്കുവച്ചില്ല. ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ടാകാം പ്രഖ്യാപനമെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് ട്രംപിന്റെ പോസ്റ്റ് എന്ന പ്രത്യേകതയുണ്ട്. അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം H-1B വിസ ഫീസ് കുത്തനെ ഉയർത്തിയതിന് പിന്നാലെ അവസരം മുതലെടുക്കാനുള്ള നീക്കങ്ങളുമായി കാനഡ. കുടിയേറ്റ നയം പുനഃപരിശോധിക്കുമെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെ ആകർഷിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി സൂചന നൽകി. മുൻപ് H-1B വിസ ലഭിച്ചിരുന്നവരെ ആകർഷിക്കാനുള്ള അവസരമാണിതെന്ന് കാർണി ശനിയാഴ്ച ലണ്ടനിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. അവരിൽ പലരും സാങ്കേതിക മേഖലയിൽ ഉള്ളവരാണെന്നും ജോലി ആവശ്യത്തിനായി മാറ്റത്തിന് തയ്യാറാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.06 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.63 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.4 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.34 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. മസ്കറ്റ് കണ്ണൂർ സെക്ടറിൽ സർവീസുകൾ വെട്ടിച്ചുരുക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്. വിന്റർ ഷെഡ്യൂളിന്റെ ഭാഗമായി മസ്കറ്റ് ഉൾപ്പെടെ ഗൾഫ് സെക്ടറുകളിൽ നിന്നുള്ള സർവീസുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അടുത്ത മാസം മുതൽ ആഴ്ചയിൽ വിമാനങ്ങളുടെ എണ്ണം ചുരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച് വിമാന കമ്പനി അധികൃതരിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും വെബ്സൈറ്റിൽ ടിക്കറ്റുകൾ ലഭ്യമല്ല. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്ക് ആഴ്ചയിൽ 7 ദിവസവും നിലവിൽ 7 സർവീസുകളുണ്ട്.
ഇത് 4 സർവീസുകളായി ചുരുങ്ങും. ഒക്ടോബർ 6 ശേഷം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രമാകും സർവീസുകൾ. മെൽബൺ, സിഡ്നി, ബ്രിസ്ബെൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയയിലെ പ്രമുഖ നിയമസ്ഥാപനങ്ങളിലൊന്നായ FCL Lawyers 2026 ജനുവരിയിൽ ദുബായിൽ പുതിയ ഓഫീസ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. UAE-യിലും മധ്യപൂർവ്വദേശത്തും താമസിക്കുന്ന പ്രവാസികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഓസ്ട്രേലിയയിലെ നിയമസേവനങ്ങൾക്കും അതിർത്തി കടന്നുള്ള ഇടപാടുകൾക്കും വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്താണ് സ്ഥാപനം ദുബായിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് നിയമം, ലയങ്ങളും ഏറ്റെടുക്കലും, തൊഴിൽ നിയമം, കുടുംബ നിയമം, പ്രോപ്പർട്ടി നിയമം, ബൗദ്ധിക സ്വത്തവകാശം തുടങ്ങിയ വിവിധ മേഖലകളിൽ FCL Lawyers സേവനം നൽകും. ഇടപാടുകാരുടെ ആവശ്യം മനസ്സിലാക്കി വിലക്കുറവുള്ളതും ഫലമുറപ്പുള്ളതുമായ നിയമപരമായ പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് FCL Lawyers ഡയറക്ടറും പ്രിൻസിപ്പൽ ലോയറുമായ താര സുജിത് കുമാർ പറഞ്ഞു. ഇനി ആലൻ ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.64 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.15 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 290.07 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 229.95 ഇന്ത്യൻ രൂപ. തമിഴകം വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയുടെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം 41 ആയി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുഗുണയാണ് മരിച്ചത്. കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് നിഷേധിച്ചു. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. തമിഴക വെട്രിക്കഴകത്തിന്റെ ജനറൽ സെക്രട്ടറി N ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. വിജയ് ചെന്നൈയിലുള്ള വീട്ടിൽ തുടരുകയാണ്. ആസൂത്രിത അട്ടിമറിയാണ് നടന്നതെന്ന് വിജയും അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മറുപക്ഷവും ആരോപിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ആത്മാവും അത് പഠിപ്പിക്കുന്ന അച്ചടക്കവുമാണ് RSSന്റെ യഥാർത്ഥ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെവിടെ പ്രകൃതി ദുരന്തമുണ്ടായാലും ആദ്യമെത്തുന്നത് RSS വോളണ്ടറിമാരാണെന്നും പ്രതിമാസം റേഡിയോ പ്രഭാഷണമായ മൻ കി ബാത്തിൽ മോദി പറഞ്ഞു. വിജയദശമി ദിവസം RSS സ്ഥാപിതമായതിന്റെ 100ാം വാർഷികമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാകിസ്ഥാനെ വീഴ്ത്തി ഏഷ്യ കപ്പ് കിരീടം ഇന്ത്യക്ക്. ആവേശം അവസാന ഓവർ വരെ നീണ്ട കലാശപ്പോരിൽ പാകിസ്ഥാനെതിരെ പൊരുതി നേടിയ വിജയത്തോടെ ഏഷ്യ കപ്പ് കിരീടത്തിൽ 9ാം തവണ ഇന്ത്യ മുത്തമിട്ടു. പാകിസ്ഥാൻ ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. തുടക്കം ഒന്ന് പതറിയെങ്കിലും തകർച്ചയിൽ നിന്ന് തിലകും സഞ്ജുവും ചേർന്ന് ടീമിനെ കരകയറ്റി. പിന്നീട് തിലകും ദുബൈയും ചേർന്ന് വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഒടുക്കം ടൂർണമെന്റിൽ നേരിട്ട ആദ്യ പന്ത് തന്നെ ബൗണ്ടറി കടത്തി റിങ്കു സിംഗ് ഇന്ത്യയുടെ വിജയ റൺ നേടി. അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മ, ശിവം ദുബെ, സഞ്ജു സാംസൺ എന്നിവരുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യക്കു കരുത്തായത്. തിലക് വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. അഭിഷേക് ശർമ്മ ടൂർണമെന്റിലെ താരമായി. ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. PCB ചെയർമാൻ കൂടിയായ ACC പ്രസിഡന്റ് മോസിൻ നഖ്വിയിൽ നിന്ന് ഇന്ത്യ ട്രോഫി ഏറ്റുവാങ്ങേണ്ടിയിരുന്നു. ഇത് ഒഴിവാക്കാനാണ് വിതരണ ചടങ്ങിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.